പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പങ്കുചേരാൻ യൂറോപ്യൻ രാജ്യങ്ങളുടെ കാലുപിടിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായ ഇസ്രായേലിലെ ആരത് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ തന്ത്രപ്രധാനമായ ഡീഗോ ഗാർഷ്യ സൈനിക താവളത്തിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ പങ്കുചേരാൻ യൂറോപ്യൻ രാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായ ഇസ്രായേലിലെ ആരത് സന്ദർശിച്ച ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. 4000 കിലോമീറ്റർ അകലെയുള്ള ഡീഗോ ഗാർഷ്യയിലേക്ക് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തൊടുക്കാനുള്ള ഇറാന്റെ ശേഷി യൂറോപ്പിനും വലിയ സുരക്ഷാ ഭീഷണിയാണെന്നാണ് നെതന്യാഹു നൽകിയ മുന്നറിയിപ്പ്. അന്താരാഷ്ട്ര സമുദ്രപാതകളും ഊർജ്ജ വിതരണ ശൃംഖലകളും തടസ്സപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ മുഴുവൻ ഭീഷണിപ്പെടുത്താനാണ് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നതെന്നാണ് നെതന്യാഹുവിന്റെ ആരോപണം. ലോക നേതാക്കൾ ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണിത്. ചില രാജ്യങ്ങൾ ഇതിനോടകം തന്നെ ഇറാനെതിരായ നീക്കങ്ങൾ സഹകരിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നും നെതന്യാഹു വെളിപ്പെടുത്തി. കൂടുതൽ രാജ്യങ്ങൾ ഈ സഖ്യത്തിന്റെ ഭാഗമാകണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. എന്നാൽ നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നാറ്റോ സഖ്യ കക്ഷികളോടും യൂറോപ്യൻ രാജ്യങ്ങളോടും ഈ സമാനമായ രീതിയിൽ തന്നെ യുദ്ധത്തിൽ പങ്കുചേരാൻ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ബ്രിട്ടന്റെ നിയന്ത്രണത്തിലുള്ളതും അമേരിക്കൻ സേന ഉപയോഗിക്കുന്നതുമായ ഡീഗോ ഗാർഷ്യ താവളം ആഫ്രിക്ക, പശ്ചിമേഷ്യ, ഏഷ്യ എന്നിവിടങ്ങളിലെ സൈനിക നീക്കങ്ങളുടെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ്. ഹോർമസ് കടലിടുക്ക് തുറക്കുന്ന കാര്യത്തിൽ ചൈന അടക്കമുള്ള രാജ്യങ്ങളുടെ സഹായം അമേരിക്ക തേടിയതിനു പിന്നാലെ നെതന്യാഹുവിന്റെ ഈ പുതിയ പ്രസ്താവന മേഖലയിലെ യുദ്ധം ആഗോളതലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇസ്രയേലിന് മാത്രമല്ല പലർക്കും ആപത്താണ് ക്ഷണിച്ചു വരുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.